ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതിൻ്റെ എക്സ്പ്രഷൻ ഒക്കെയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്ന് ആ ടോപ്പിക്ക് നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പം നല്ല സ്മാർട്ടായിട്ടിരിക്കുക. ഓക്കെ, അതിനകത്ത് നമ്മൾ ആദ്യം സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കാര്യം തുടങ്ങാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെൽഫ് ഇൻഡക്റ്റൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം എൽ കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്? എൽ ഈസ് ഈക്വൽ ടു μ0 n സ്ക്വയർ എ എൽ എന്നാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ നോക്കിയാൽ ഫാക്ടേഴ്സ് കിട്ടും നമുക്ക്. ഇതാണ് നമ്മുടെ കോയിൽ. ഈ കോയിൽ വെറുതെ ഇരുന്നാൽ ഇവിടുത്തെ കോർ എന്ന് പറയുന്നത് എന്താണ്? എയർ ആണല്ലേ? കോർ എന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ പറയുന്ന പേരാണ് കോർ. കോർ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ കോർ എന്ന് പറയുന്നത് എയർ ആണ്. ഇതിനകത്ത് നമുക്കൊരു സോഫ്റ്റ് അയൺ പീസിനെ കോറായിട്ട് കയറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് അയൺ പീസ് കയറ്റിയാൽ μ0 എന്നുള്ള സ്ഥലത്ത് പിന്നെ നമ്മൾ എന്ത് എഴുതേണ്ടി വരും? മ്യൂ എന്ന് വയ്ക്കേണ്ടി വരും ഇക്വേഷനകത്ത് അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോണം, സെൽഫ് ഇൻഡക്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇവിടെ നോക്കി അങ്ങ് പറഞ്ഞാൽ മതി. നോക്കൂ, ഫാക്ടേഴ്സ് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ഈ കോർ മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി. ഇപ്പോൾ പെർമിയബിലിറ്റി ഓഫ് കോർ മെറ്റീരിയൽ എന്തോന്നാണ്? പെർമിയബിലിറ്റി ഓഫ് കോർ മെറ്റീരിയൽ. കോർ മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി മാറിയാൽ എന്ത് മാറും? എൽ മാറും. അടുത്തത് നമ്പർ ഓഫ് ടേൺസ്. എന്തോന്നാണ്? നമ്പർ ഓഫ് ടേൺസ് വ്യത്യാസം വന്നാൽ എന്ത് മാറും? എല്ലും മാറും. പിന്നെ ഏരിയ ഓഫ് കോയിൽ, കോയിലിൻ്റെ ഏരിയ. ഇതൊക്കെയാണ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? സെൽഫ് ഇൻഡക്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത് നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പാരാമീറ്റേഴ്സ് കിട്ടും. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെൽഫ് ഇൻഡക്റ്റൻസ്? പറഞ്ഞോ. പെർമിയബിലിറ്റി ഓഫ് കോർ മെറ്റീരിയൽ, അടുത്ത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, ഏരിയ ഓഫ് കോയിൽ, എക്സെട്ര. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു കളഞ്ഞതേ ഉള്ളൂ. അടുത്ത നമുക്ക് ഒരു സാധനം പറയാം. ഇതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടായിരുന്നു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാൻ ഇക്വേഷൻ പെട്ടെന്ന് പറയൂ. μ0 n1 n2 al എന്നാണ് ഞാൻ പഠിപ്പിച്ചത് അല്ലേ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? പറഞ്ഞ ഞാൻ പറയാം. നമ്മുടെ അവിടെ രണ്ട് കോയിൽ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ രണ്ട് കോയിൽ വെച്ച സ്ഥലത്ത് അതിൻ്റെ അകത്ത് എയർ കോർ ആയിരുന്നു അല്ലേ? അതിന് പകരം ഒരു മെറ്റീരിയൽ കയറ്റി വെച്ചൂടെ? അപ്പോൾ ഒന്നാമത്തെ അപ്പോൾ ഇക്വേഷനകത്ത് μ0 മാറി എന്തായിട്ട് മാറും? മ്യൂ ആയിട്ട് മാറും. അപ്പോൾ എന്താണ്? പെർമിയബിലിറ്റി ഓഫ് കോർ മെറ്റീരിയൽ. പെർമിയബിലിറ്റി ഓഫ് കോർ മെറ്റീരിയൽ. അടുത്ത രണ്ടാമത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ അല്ലേ? ഇനി മൂന്നാമത്തത് ഏരിയ. ഇനി നാലാമതൊരു പാരാമീറ്റർ ഉണ്ട്. ഈ കോയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കുകയാണോ, ദൂരെ ഇരിക്കുകയാണോ, അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുകയാണോ? അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഓറിയൻറ്റേഷൻ ഓഫ് കോയിൽസ്. ഓക്കെ, കോയിൽസിൻ്റെ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി ഇപ്പം എന്തൊക്കെയാണ്? പിന്നെ ഞാൻ പറഞ്ഞ സെപ്പറേഷനും കൂടെ വേണമെങ്കിൽ പറയാം. സെപ്പറേഷൻ. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ചോദിച്ചാൽ ഫാക്ടേഴ്സ് ചുമ്മാതെ പറയുക. ഇതൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ നശിപ്പിക്കേണ്ട. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്? സോ പെർമിയബിലിറ്റി ഓഫ് കോർ മെറ്റീരിയൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, പിന്നെ ഏരിയ, പിന്നെന്താണ് ഞാൻ പറഞ്ഞത്? പിന്നെ പറഞ്ഞ സാധനം എന്താണ്? ഓറിയന്റേഷൻ ഓഫ് കോയിൽസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് കോയിൽസ്. അപ്പോൾ ഇതൊക്കെയാണ് പാരാമീറ്റേഴ്സ് ഇൻഫ്ലുവൻസിങ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു സംഭവം പറയാൻ പോകണം. ശ്രദ്ധിച്ചോ, ഇതെല്ലാം പെട്ടെന്ന് പറഞ്ഞു വിടാണ്. അടുത്തത് രണ്ട് കോയിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കോയിൽ. ഓക്കെ, ഇത് അടുത്തൊരു കോയിൽ. ഇപ്പം രണ്ട് കോയിൽസ് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോയിലും എൻഡ് ടു എൻഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഓരോന്നിൻ്റെയും ഇപ്പം ഇത് രണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1 ആണ്, ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L2 ആണ് കേട്ടോ. സെൽഫ് ഇൻഡക്റ്റൻസ് L1 ഉം L2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെൽഫ് ഇൻഡക്റ്റൻസ് എത്ര വരും? ടോട്ടൽ സെൽഫ് ഇൻഡക്റ്റൻസ്
എത്ര വരും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന ഇതാണ്, ഈ നമ്മൾ ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ ഈ കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മറ്റവന് കിട്ടില്ല. അതുപോലെ കറണ്ട് കയറ്റി വിട്ടാൽ ഇവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇപ്പുറത്തും കിട്ടില്ല എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ രണ്ട് ഇൻഡിപെൻഡന്റ് കോയിൽസ് ആണ്, അപ്പൊ രണ്ട് നല്ല ദൂരെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ടോട്ടൽ സെൽഫ് ഇൻഡക്ടൻസ്? L is equal to L1 plus L2 എന്ന് എടുത്തോണം. വാട്ട് ഈസ് എ ടോട്ടൽ സെൽഫ് ഇൻഡക്ടൻസ്? L1 plus L2. ഇനി രണ്ടെണ്ണവും പാരലാണെങ്കിൽ, ഇത് രണ്ടും പാരലായിട്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതിന് രണ്ടിനെയും പാരലായിട്ട് നമ്മൾ പിടിപ്പിച്ചാൽ നോക്കൂ, അപ്പോഴും നമ്മൾ അസംഷൻ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആർ നോട്ട് ഇന്റർലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് രണ്ടാമത്തവന് കിട്ടുന്നില്ല, രണ്ടാമത്തെ ആദ്യത്തവന് കിട്ടുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെൽഫ് ഇൻഡക്ടൻസ് L is equal to L1 L2 divided by L1 plus L2 എന്ന് എടുത്തോണം. ഓർത്ത് വെച്ചോണം, ഇതൊക്കെ ജസ്റ്റ് കണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ. See how many coils are there? 2 coils. See what is our assumption? Magnetic flux linked with first coil is not linked with the second. Then magnetic flux linked with the second is not linked with the first. So it is our assumption. So if they are connected like this, what is the total self inductance? L1 plus L2. If they are connected like this, what is the total self inductance? L1 L2 divided by L1 plus L2. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് നോക്കൂ, രണ്ട് കോയിൽസ് ഉണ്ട് കേട്ടോ, രണ്ട് കോയിൽസ്. ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1, ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L2. ഓക്കെ, ഇപ്പം ഇങ്ങനെ രണ്ട് കോയിൽസ് ഉണ്ട്. ഇപ്പോൾ രണ്ട് സീരീസ് ആയിട്ടാണ് ഞാൻ പാലിച്ചത്, അങ്ങനെ വേണ്ട, ഒന്നുകൂടെ വരയ്ക്കാം. സോ 2 കോയിൽസ്, L1, രണ്ടാമത്തേത് L2. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂസ് നമുക്കറിയാം. ഇനി അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ടാവും. അത് ഞാൻ പറയാം. അത് ഇതാണ് റിലേഷൻ. K എന്ന് പറയുന്നത് K is equal to M by root of L1 L2 എന്നാണ് റിലേഷൻ. What is our relation? K is equal to M divided by root of L1 L2. ഇവിടെ കെയുടെ പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. എന്താണ് പേര്? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്നാണ്. പേര്. കെയുടെ പേരെന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഇനി ടൈറ്റ് കപ്ലിംഗ് ആണെങ്കിൽ കെയുടെ വാല്യൂ 1 എന്നെടുത്തോണം. ലൂസ് കപ്ലിംഗ് ആണെങ്കിൽ കെയുടെ വാല്യൂ 0 എന്നെടുത്തോണം. നോർമൽ വാല്യൂ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. 1-നേക്കാളും ലെസ് ആയിരിക്കും കെയുടെ വാല്യൂ. ഒന്നും മനസ്സിലായില്ലല്ലോ? എത്ര കോയിലുണ്ട്? 2 കോയിലുണ്ട്. 2 കോയിൽസിൻ്റെയും ഡീറ്റെയിൽസ് പറ. രണ്ടിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. വാട്ട് ആർ ദേ? L1 ആൻഡ് L2. അങ്ങനെയാണെങ്കിൽ ഇവനിൽ കൂടെ കറണ്ട് കയറ്റി വിട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഫസ്റ്റ് വിൽ ബി ലിങ്ക്ഡ് വിത്ത് സെക്കൻഡ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡ് വിൽ ബി ലിങ്ക്ഡ് വിത്ത് ഫസ്റ്റ്. സോ 2 കോയിൽസും എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ നടത്താൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡിന് കിട്ടും, സെക്കൻഡിൽ കൂടെ കയറ്റി വിട്ടാൽ അത് ഫസ്റ്റിന് കിട്ടും. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷന് പരുവപ്പെടുത്തി 2 കോയിൽസ് ഇതുപോലെ വെച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സീരീസും പാരലും പറഞ്ഞത് അങ്ങനെയല്ല, രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത കോയിൽസ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇവനും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? ആദ്യത്തിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ മാഗ്നറ്റിക് ഫ്ലക്സ് അവൻ്റെ രണ്ടാമത്തവനും കൂടെ കിട്ടും, രണ്ടാമത്തെ കൂടെ കയറ്റി വിട്ടാൽ ആദ്യത്തവനും കൂടെ കിട്ടും. ആ രീതിയിൽ 2 വെച്ചാൽ പറയും. ഇവിടുത്തെ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് ഞാൻ എഴുതിയത്. K is equal to M by root of L1 L2 എന്നാണ് ഇവിടുത്തെ റിലേഷൻ. ഇവിടെ കെയുടെ പേരാണ് എന്തോന്ന്? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഈ 2 കോയിൽസും ടൈറ്റ് കപ്ലിംഗ് ആണെങ്കിൽ, അതായത് ഈ ആദ്യത്തവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മൊത്തം രണ്ടാമത്തവന് കിട്ടുന്ന പരുവത്തിലാണ്, അല്ലെങ്കിൽ രണ്ടാമത്തവന്റെ മൊത്തം ആദ്യത്തവന് കിട്ടുന്ന പരുവത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഈ ഇക്വേഷനിൽ കെയുടെ വാല്യൂ എത്ര എന്നിടണം? 1 എന്നിടണം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? കെയുടെ വാല്യൂ 1 ഇട്ടാൽ 1 is equal to M by root of L1 L2 നമുക്ക് എഴുതാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ M is equal to root of L1 L2 എന്ന് എഴുതാം. ഏതാണെങ്കിൽ
സി ഫോർ ടൈറ്റ് കപ്ലിംഗ്. ലൂസ് കപ്ലിംഗ് ആണെങ്കിൽ കെയുടെ വാല്യൂ എത്രയും തരണം? 0 തരണം. അതായത് ഇവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് അവനും കിട്ടൂല, അവന്റെ ഇവനും കിട്ടാത്ത പരുവത്തിലാണെങ്കിൽ കെയുടെ വാല്യൂ എത്രയെന്ന് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. സി ഹൗ മെനി കോയിൽസ് ആർ ദെയർ? 2 coils. What are they? What are their inductance? Self-inductance L1 and L2. Magnetic flux associated with the first will be associated with the second. Magnetic flux linked in second is associated with the first. So, what is the relation connecting self-inductance and mutual inductance? K is equal to M by root of L1 L2 എന്നാണ്. Say if there is a tight coupling, K can be taken as 1. If it is a loose coupling, K can be taken as 0. Tight coupling ഉദ്ദേശിക്കുന്നത് എന്താണ്? The entire magnetic flux associated with the first coil will be associated with the second coil. The entire magnetic flux associated with the second will be associated with the first. If that is a condition, you take K value as 1. Okay, is it clear? How many coils? 2 coils. What are their self-inductance? L1 and L2. So, magnetic flux associated with the first coil is will be linked with the second. Magnetic flux linked with the second will be linked with the first also. So, that is the coil. There is a relation between the coils. See, in that case, what is the relation connecting self-inductance and mutual inductance? K is equal to M by root of L1 L2. If they are in tight coupling, K can be taken as 1. Then if it is loosely coupled, K value is 0. Then അടുത്തെന്താണ് പറഞ്ഞത്? നോർമൽ വാല്യൂ ഓഫ് K. 2 കോയിൽസ് ഇരുന്നാൽ നോർമലി 2 കോയിൽ ഇരുന്നാൽ ആദ്യത്തവൻ്റെ മൊത്തം ഫ്ലക്സും രണ്ടാമത്തവന് കിട്ടും, രണ്ടാമത്തവൻ്റെ മൊത്തം ഫ്ലക്സും ആദ്യത്തവന് കിട്ടും എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. സോ നോർമൽ കേസിൽ നമ്മുടെ K വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാളും കുറവായിരിക്കും. ഓർത്ത് വെച്ചോണം. സോ ആ റിലേഷൻ കാണാതെ പഠിക്കണം. ഇനി അടുത്ത ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. നല്ല എളുപ്പമുള്ള സംഗതിയാണ് കേട്ടോ. ഒരു കൊച്ചു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ എക്സാമിന് കണ്ടിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഈ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, വലിയ ടെൻഷൻ പിടിച്ചിരിക്കേണ്ട. അടുത്ത്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് നോൺ കൺസർവേറ്റീവ്. യു പ്രൂവ് ഇറ്റ്. അതിനെ പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, നമുക്ക് പൊട്ടൻഷ്യൽ കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ മക്കളെ? പൊട്ടൻഷ്യൽ കാണാൻ എന്താണ് ഇക്വേഷൻ? നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഡോട്ട് ഡി എൽ എന്നോ ഇ ഡോട്ട് ഡി ആർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചു. ഇത് നിങ്ങൾ പഠിച്ച പഴയ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. ഈ പൊട്ടൻഷ്യലിന് പകരം ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് എഴുതി കൂടെ? അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. വിക്ക് പകരം ഞാൻ ഇ എന്ന് എഴുതാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ എഴുതാമല്ലോ, മൈനസ് ഇ ഡോട്ട് ഡി എൽ. നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാണാൻ വേറെ ഇക്വേഷൻ കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാണാൻ എന്താണ് കുറേ ദിവസം കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ഇക്വേഷൻ? മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്നാണ് അല്ലേ? 2 ഇക്വേഷൻ്റെ LHS സെയിം അല്ലേ? അപ്പോൾ RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് വയ്ക്കുക. പറഞ്ഞോ. അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്ന് കിട്ടി. കണ്ടോ, 2 സൈഡിൽ നെഗറ്റീവ് കട്ടായി പോയി. ബാക്കി പറ. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? ഡി ഫൈ ബൈ ഡി ടി എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ആൻസർ ആസ് 0 കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞേനെ. ഇവിടെ ഇപ്പം ഇതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് ഡി ഫൈ ബൈ ഡി ടി എന്നാണ്. അപ്പം നോട്ട് ഈക്വൽ ടു 0 കിട്ടി. ദെയർഫോർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് നോൺ കൺസർവേറ്റീവ് എന്നാണ് എഴുതി വയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഒരു പ്രയാസമുള്ള സംഗതിയല്ല. ഇപ്പം എന്താണ്? പ്രൂവ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് നോൺ കൺസർവേറ്റീവ്. ഒരു പ്രാവശ്യം ചോദിച്ച് തേച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ആൻസർ എഴുതും. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് നോൺ കൺസർവേറ്റീവ്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ കൂടുതൽ ആഡംബരമൊന്നും എഴുതാനില്ല. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എല്ലിൻ്റെ ആൻസർ
സീറോ എന്നാൽ കൺസർവേറ്റീവ്. അത് നമുക്കറിയാന്നുള്ള കേസ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എല്ലിന്റെ ആൻസർ നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചല്ലേ. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എല്ലിന്റെ ആൻസർ സീറോ എന്നാൽ കൺസർവേറ്റീവ്. ഇവിടത്തെ കേസിൽ സീറോ വരുന്നില്ലെങ്കിൽ നോൺ കൺസർവേറ്റീവ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയും. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ പറയൂ. പൊട്ടൻഷ്യൽ V is equal to negative line integral of electric field. This equation, familiar equation. Then instead of potential you can write induced EMF. So induced EMF is equal to parayu minus integral E dot dl. Equation number 1. Then you know the equation induced EMF is equal to minus d phi by dt. Equation number 2. Then you see LHS same. So RHS can be equated. Parayu minus integral E dot dl is equal to minus d phi by dt. Am I right? So negative cancelled. So integral E dot dl is equal to what? D phi by dt. So if you are getting, I told you, if the answer of integral E dot dl is 0, we write conservative. Here answer of integral E dot dl is what? D phi by dt, not equal to 0. Therefore induced EMF is what? Induced EMF is what? Non-conservative. Is it clear? ഒന്നുകൂടെ പറയാം, നിങ്ങൾ പറഞ്ഞാൽ മതി. See, what is our question? Prove that induced EMF is non-conservative. പെട്ടെന്ന് പറ. So from chapter 2, what is the equation we studied? We know potential is equal to a negative line integral of electric field. ഈ ഇക്വേഷൻ ഒന്ന് എഴുതിയൊന്നും വയ്ക്കണ്ട, നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. Then you write the first equation. See, induced EMF E is equal to minus integral E dot dl. Equation number 1. No problem. Then what is the next one? Also induced EMF is equal to minus d phi by dt. Equation number 2. So LHS same. So RHS can be equated. Negative E dot dl is equal to negative d phi by dt. Negative cancelled. I am getting integral E dl is equal to E dot dl is equal to what? D phi by dt. So if you are getting the answer of E dot dl as 0, conservative you write. So here you are getting the answer of integral E dot dl as d phi by dt. So your answer is not equal to 0. Therefore induced EMF is what? Non-conservative. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന്. ഓക്കെ, അടുത്ത് ഞാൻ പറയാം. ഇതെല്ലാം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ്. ഇത് സംഗതിയൊന്നും സീരിയസ് ആയിട്ട് കിടന്ന് ഗവേഷണമൊന്നും നടത്തണ്ട. അടുത്ത നോക്കൂ, ഇൻഡ്യൂസ്ഡ് EMF. ഒരു കോയിലിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും അപ്ലൈഡ് EMFിനേക്കാളും ചെറുതായിരിക്കും. ഓർത്ത് വെച്ചോണം, അപ്ലൈഡ് EMFിനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും എന്തോന്ന്? ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അപ്ലൈഡ് EMFിനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും. ഓർത്ത് വെച്ചോണം. സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ലെസ് ദാൻ അപ്ലൈഡ് EMF. അടുത്തത് നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ള അടുത്തൊരു സാധനം, ഹെൻറിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനം പറയണം. ഹെൻറി നമ്മളെ സ്പെല്ലിംഗ് എന്താണ്? ഇതാണ്. ഓക്കെ, എച്ച് ഫുൾ പേര് എഴുതുമ്പോഴത്തേക്ക് എച്ച് എങ്ങനെ എഴുതണം? സ്മോൾ. പിന്നെ ഷോർട്ട് ഫോം എഴുതുമ്പോൾ എച്ച് ക്യാപിറ്റൽ. ഒരു ഹെൻറി എന്ന് പറഞ്ഞാൽ ഡാഷ്. നിങ്ങളൊന്ന് പറ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാണ്. എല്ലിൻ്റെ ആൻസർ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചല്ലേ? ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. ഇൻഡക്റ്റൻസ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ഏതൊക്കെയാ? സെൽഫ് ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും. സെൽഫ് ഇൻഡക്റ്റൻസിനെ നമ്മൾ L എന്നും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമ്മൾ M എന്നും വിളിക്കും. അപ്പോൾ ഇത് 2 ഇൻഡക്റ്റൻസ് തന്നെയാണ്. അപ്പോൾ 2 പേരുടെ യൂണിറ്റ് ഏത് തന്നെയാണ്? ഹെൻറിയാണ്. അപ്പം മറക്കരുത്. സോ ഇൻഡക്റ്റൻസ് ഈസ് എ ജനറൽ നെയിം. സോ വാട്ട് ഈസ് എ SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്? ഹെൻറി. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻഡക്റ്റൻസ്. വാട്ട് ആർ ദേ? സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ L. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ M. സോ ബോത്ത് ആർ ഇൻഡക്റ്റൻസ്. സോ വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് ബോത്ത്? ഹെൻറി. അപ്പോൾ ഹെൻറിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനം വേണം അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറയൂ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഇക്വേഷൻ പറ. ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയാണ് പഠിപ്പിച്ചേ? L ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പഠിപ്പിച്ചേ? കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് പഠിപ്പിച്ചേ? ഇൻഡ്യൂസ്ഡ് EMF പ്രൊപ്പോർഷണൽ ടു
നമ്മളെങ്ങനെ തുടങ്ങിയത്? ഫ്ലക്സ് പ്രപ്പോർഷണൽ ടു കറണ്ട് എന്നാണ് പഠിച്ചത്. ഫ്ലക്സ് പ്രപ്പോർഷണൽ ടു കറണ്ട്. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ് ആകുമ്പോൾ N∅ എന്ന് എഴുതി. അപ്പോൾ N∅ പ്രപ്പോർഷണൽ ടു I എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇട്ടു അല്ലേ? ഈ കോൺസ്റ്റന്റ് ഇൻറ്റു I എന്ന് എഴുതി. അപ്പോൾ N∅ ഈസ് ഈക്വൽ ടു Li എന്ന് എഴുതി. ഓർമ്മയുണ്ടോ? ഈ L ആണ് ഏത്? സെൽഫ് ഇൻഡക്റ്റൻസ്. മറന്നോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അപ്പോൾ N∅ ഈസ് ഈക്വൽ ടു Li എന്ന് എഴുതി. അപ്പോൾ ഇതിനകത്ത് നിന്ന് L എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ. L ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ N∅ ഡിവൈഡഡ് ബൈ പെട്ടെന്ന് പറ I എന്നാണ്. അപ്പോൾ എനിക്കിനി എന്തിൻ്റെ യൂണിറ്റ് വേണം? Lൻ്റെ യൂണിറ്റ് വേണം. Lൻ്റെ യൂണിറ്റ് പറ. ഞാൻ ഇത് ഇറേസ് ചെയ്ത് കളയട്ടെ. ഒന്നും കൂടെ സ്റ്റാർട്ടിങ്ങോട്ട് പറയട്ടെ. ഒന്നും കൂടെ സ്റ്റാർട്ടിങ്ങോട്ട് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സംഭവം ഒന്ന് പറയൂ. ഇൻഡക്റ്റൻസ് എന്നാണ്. ഇൻഡക്റ്റൻസ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. കുഴപ്പമില്ലല്ലോ. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ L. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ M എന്നാണ്. ഇതുവരെ ഡൗട്ട് ഒന്നുമില്ല. ഇനി എന്താണ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്? എന്താണ്? ഹെൻറി ആണ്. ഏതാണ്? ഹെൻറി. അപ്പോൾ ഇതിന്റെ യൂണിറ്റും ഹെൻറി, ഇതിന്റെ യൂണിറ്റും ഹെൻറി. ഇതൊക്കെ മനസ്സിലായി. ഇനി എനിക്ക് ഹെൻറിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സാധനം വേണം. ഹെൻറി ഈക്വൽ ടു ഡാഷ്. അപ്പോൾ ഹെൻറിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള വേറെ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ ഫ്ലക്സ് പ്രപ്പോർഷണൽ ടു കറണ്ട് ഓർമ്മയുണ്ടോ? ഫ്ലക്സ് പ്രപ്പോർഷണൽ ടു കറണ്ട് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്? N ടേൺസ് ഉണ്ടെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് N∅, പ്രപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയുന്നത് I. അപ്പോൾ N∅ ഈസ് ഈക്വൽ ടു നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇട്ടു L. ഓർമ്മയുണ്ടോ? Li. ഇതിനകത്തുനിന്ന് L എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വാട്ട് ഈസ് L? L ഈക്വൽ ടു N∅ ഡിവൈഡഡ് ബൈ I എന്നാണ്. ഇനി ഇതിന്റെ യൂണിറ്റുകൾ ഞാൻ ഇടാൻ പോവാണ്. Lന്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി. അപ്പോൾ ഹെൻറി ഈസ് ഈക്വൽ ടു അടുത്തത് ഇവിടെ N∅ ബൈ I എന്നാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. അതിന് യൂണിറ്റ് ഇല്ല. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ എന്നാണ്. വെബർ. ഓക്കെ. ഫ്ലക്സിന്റെ യൂണിറ്റ് ഏതാ? വെബർ അല്ലേ? വെബർ. അടുത്ത ഡിവൈഡഡ് ബൈ കറണ്ടിന്റെ യൂണിറ്റ് ഏതാണ്? ആംബിയർ. അപ്പോൾ വെബർ പെർ ആംബിയർ ആണ് എന്തിന് ഇക്വലന്റ്? ഹെൻറിക്ക് ഇക്വലന്റ്. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കേണ്ടി വരും. ആ രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ വൺസ് അഗൈൻ ഞാൻ പുതിയതായിട്ടൊന്നും എഴുതുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇൻഡക്റ്റൻസ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻഡക്റ്റൻസ്. വാട്ട് ആർ ദേ? സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ L. Mutual inductance represented by the letter M. See, the unit of inductance is Henry. So the unit of self-inductance is Henry. The unit of mutual inductance is also Henry. No problem. Then I want a unit equivalent to Henry. Then you know flux proportional to current. What is a flux? If there are N turns, N∅. So N∅ proportional to current. What is the constant here? L. So I want the answer of L. So L is equal to N∅ by I. Okay. Then what is the unit of L? Henry. Then number of turns? No unit. Flux? Weber. Current? Ampere. So Henry equivalent ആയിട്ടുള്ള സാധനം പറ. വെബർ പെർ ആംപിയർ. എന്താണ്? വെബർ പെർ ആംപിയർ. ഓർത്ത് വെച്ചോണം. ഇനി നമ്മൾ അടുത്ത ഒരു സാധനത്തിലേക്ക് പോവാണ്. മാക്സ്വെൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാക്സ്വെൽ കേട്ടിട്ടുണ്ടോ? മാക്സ്വെൽ എന്ന് പറഞ്ഞാൽ CGS യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ CGS യൂണിറ്റ് ആണ് ഏത്? മാക്സ്വെൽ. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി അടുത്തത് ഒരു വെബർ എന്ന് പറഞ്ഞാൽ 10⁻⁸ മാക്സ്വെൽ ആണ് കേട്ടോ. ഇത് ഒന്ന് റിലേഷൻ ആവശ്യം വരും ചിലപ്പോൾ. 1 വെബർ ഈസ് ഈക്വൽ ടു 10⁸ മാക്സ്വെൽ. അപ്പോൾ ആ റിലേഷൻ ഓർത്ത് വെച്ചോണം. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കെയർലെസ് ആയിട്ടിരിക്കരുത്. നമുക്ക് ചില ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നും. അവർ ഈ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് എക്സാമിന് ഇൻക്ലൂഡ് ചെയ്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഹാസ് നോ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. വൈ? എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഹാസ് no direction of its own. Why? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പണ്ട് കണ്ടു. എന്താണ്? ഇൻഡ്യൂസ്ഡ് EMFന് അതിൻ്റെ സ്വന്തമായിട്ടൊരു ഡയറക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ്?
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻസ് ഓൺ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നോ കുറയുന്നോ എന്ന, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് കൂടുന്നോ കുറയുന്നോ എന്നതിനെ അനുസരിച്ചിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലേ. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻസ് ഓൺ എന്താണ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻസ് ഓൺ എന്താണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇൻക്രീസിനെ അല്ലെങ്കിൽ ഡിക്രീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഡയറക്ഷൻ അങ്ങനെ പറഞ്ഞുകൂടാ. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഹാസ് നോ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ വൈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഹാസ് നോ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ നിങ്ങൾ തന്നെ പറയൂ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻസ് ഓൺ the increase or decrease of magnetic flux change. Okay, so induced EMF has no direction of its own. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു ഞാൻ ഒരു സാധനം പറയാം. ഇതൊരു കോയിലാണ്. ആരാണ് ഇവൻ? കോയിലാണ്. കോയിൽ ഇൻഡക്ഷൻ ഉണ്ടാക്കുന്നവനല്ലേ, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഉണ്ടാക്കുന്നവനാണ്. അപ്പൊ കോയിലിന് പുതിയൊരു പേര് ഇൻഡക്ടർ എന്നാണ്. എന്താണ് പേര്? ഇൻഡക്ടർ എന്നൊരു പേരിലും അറിയപ്പെടും. അപ്പൊ കോയിലിന്റെ വേറൊരു പേരെന്താണ്? ഇൻഡക്ടർ. ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് ഇൻഡക്ഷൻ. സോ കോയിൽസ് ക്യാൻ ക്രിയേറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ്. So coils can create mutual inductance. So coil, give another name for coil, inductor. ഇനി ഒരു കോയിൽ എടുത്തു കഴിഞ്ഞാൽ കോയിലിനുള്ളത് ഇൻഡക്റ്റൻസ് ആണ്. എന്താണ് കോയിലിനുള്ളത്? കോയിൽ ഹാസ് ഇൻഡക്റ്റൻസ്. കോയിലിന് എന്തുണ്ട്? ഇൻഡക്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. ഇതൊക്കെ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. സോ കോയിൽ ഹാസ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. കോയിലിന് നെഗ്ലിജിബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതിനുള്ളത് എന്താണ്? ഇൻഡക്റ്റൻസ് ആണ്. ഓർത്ത് വയ്ക്കോ, ഇല്ലാതാക്കരുത്. സോ കോയിൽ ഹാസ് ഇൻഡക്റ്റൻസ്, ഇറ്റ് ഹാസ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ബോഡി കിടക്കുന്ന എല്ലാ സാധനം എന്ന് പറഞ്ഞേ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഹാസ് നോ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. വൈ? Because induced EMF depends on increase or decrease of magnetic flux change. So it has no direction of its own. Then give another name for coil, inductor. Why inductor? Because coil can create inductance. Okay, coil can develop inductance. So it is known by the name inductor. Then coil has inductance, but it has negligible resistance. അതിന് എന്തേ ഉള്ളൂ? നെഗ്ലിജിബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അടുത്തൊരു സാധനമാണ്, അതുപോലത്തെ ഒരു സാധനമാണ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. എന്താണ് സാധനം? നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. അപ്പൊ ആ പേരിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. എന്താണ്? ഇൻഡക്ഷൻ വരാത്ത രീതിയിൽ കോയിൽ ചുറ്റി എടുക്കുന്നതിനെ പറയുന്ന പേരാണ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. എന്താണ്? നമ്മളിപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ് ചെയ്യുന്നത്? സെൽഫ് ഇൻഡക്ഷൻ കാരണം അതിനകത്തൊരു ഇ എം എഫ് ഉണ്ടാവും. ആ ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് എന്ന് വിളിച്ചു. ഇറ്റ് ഒപ്പോസസ് ദ ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ ഇറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞെന്താണ്? ഇതൊരു കോയിലാണ്. ഈ കോയിലിൽ കൂടെ നമ്മൾ വേരിയിങ് ആയിട്ടുള്ള ഒരു കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. ബാക്ക് ഇ എം എഫ് ഉണ്ടാവും, നമ്മൾ പഠിച്ചതാ. സോ ഇറ്റ് ഒപ്പോസസ്, പറയൂ, ദിസ് ബാക്ക് ഇ എം എഫ് ഒപ്പോസസ് ഗ്രോത്ത് ഓർ ഡീകേ ഓഫ് കറണ്ട് ഇൻ കോയിൽ. നമ്മൾ പഠിച്ചതാണ് ആണല്ലോ. അപ്പോഴേ നമ്മൾ എന്തിനെ ഒഴിവാക്കണം? ഈ ബാക്ക് ഇ എം എഫിനെ അങ്ങ് ഒഴിവാക്കണം. അപ്പൊ ബാക്ക് ഇ എം എഫിനെ ഒഴിവാക്കാൻ വേണ്ടി, അപ്പോൾ എന്താണ്, ഇൻഡക്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഈ കോയിലിനെ ചുറ്റിയെടുക്കും. അതാണ്ടേ ഇതേ കോയിലിനെ, ഒറ്റ കമ്പിയാണ്. ആ കമ്പിയെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ കമ്പിയാണ്, ഇതുപോലത്തെ ഒരു കമ്പിയാണ്. ഈ കമ്പിയെ അതാണ് ഇങ്ങനെ ആദ്യം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് അങ്ങ് ചുറ്റിയാൽ മതി. അപ്പൊ എങ്ങനെ ഇരിക്കും പറ? അപ്പൊ ചുറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? എത്ര മടക്കിട്ട് ചുറ്റുക? 2 മടക്കിട്ട് ചുറ്റുക. ഇതുപോലെ ആക്കിയിട്ട് ചുറ്റി അങ്ങ് എടുക്കുക. ചുറ്റി അങ്ങ് എടുത്താൽ ഈ വൈൻഡിങ്ങിനെ പറയുന്ന പേരാണ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. ഇനി നിങ്ങൾ ഇതിൽ കൂടെ കറണ്ട് കയറിപ്പോൾ ഒന്ന് നോക്കിയേ. കറണ്ട് നോക്ക്, കറണ്ട് ഇങ്ങനെ പോയി. ഞാൻ വേണമെങ്കിൽ ഇതിനെ ഒന്ന് വലുതായിട്ട് വരയ്ക്കാം. വലുതായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കൂടെ എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ. ഓക്കെ, ഈ പിക്ചർ ഒന്ന് വലുതാക്കി വരയ്ക്കാം. നോക്കിക്കോ.
കണ്ടോ? ഇതാണ്. നിങ്ങൾ നോക്കുക, കറണ്ട് എങ്ങനെ പോകുന്നു നോക്ക്. ഇതിൽ കൂടെ കറണ്ട് ഇങ്ങനെ പോയി, കറണ്ട് ഇങ്ങനെ പോയി, കറണ്ട് ഇങ്ങനെ പോയി, കറണ്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, അവിടെ നിന്ന് തിരിച്ചു വന്നു. കണ്ടോ? തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു. കണ്ടോ? എന്ത് തോന്നുന്നു? അപ്പോൾ ഒരു മടക്കിട്ട് പോലെ ചുറ്റിക്കഴിഞ്ഞാൽ ഇത് ഇൻസുലേറ്റ് ചെയ്ത കമ്പിയാണ്. അപ്പം നിങ്ങൾ നോക്ക്, അടുത്തടുത്തുള്ള ടേൺസിലെ കറണ്ട് നോക്കിയേ. കണ്ടോ? ഈ രണ്ട് കറണ്ട് സെയിം കറണ്ട് അല്ലേ? ആണ്. അപ്പോൾ രണ്ട് ഈക്വൽ കറണ്ടാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ ഈ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഇവൻ ക്യാൻസൽ ചെയ്യും. ഇനി അതുപോലെ ഈ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഈ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് അങ്ങ് ക്യാൻസൽ ആവും. പിന്നെ ഇൻഡക്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ രീതിയിൽ കമ്പി ചുറ്റിയെടുക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തോന്ന്? നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. അപ്പോൾ അടിപൊളിയല്ലേ? അപ്പോൾ ഇൻഡക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കമ്പി ഇങ്ങനെ ഒന്ന് മടക്കിട്ടിട്ട് ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ടേൺസിലെ കറണ്ടുകൾ എന്താണ്? ഈക്വൽ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡുകളുടെ എഫക്റ്റ് ക്യാൻസൽ ആവും. അപ്പോൾ ഈ കോയിൽ എന്തുണ്ടാവില്ല? സെൽഫ് ഇൻഡക്റ്റൻസോ മ്യൂച്വൽ ഇൻഡക്റ്റൻസോ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ആവും. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ സെൽഫ് ഇൻഡക്റ്റൻസിനെ ഒഴിവാക്കാൻ വേണ്ടി കോയിൽ ചുറ്റിയെടുക്കുന്നതിനെ പറയുന്ന പേരാണ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയ, പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? നമുക്ക് ഇത്ര നീളത്തിലുള്ള ഇത്ര സൈസിലുള്ള ഒരു കോയിൽ ഉണ്ടാക്കണമെങ്കിൽ ഇരട്ടി നീളമുള്ള കമ്പി വേണം. അപ്പോൾ കമ്പി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടൂലേ? അപ്പോൾ കമ്പിയുടെ ലെങ്ത് ഡബിൾ വേണം. അപ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആയില്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ വാട്ട് ഈസ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്? ഇറ്റ് ഈസ് എ വൈൻഡിങ് യൂസ്ഡ് ടു അവോയ്ഡ് എന്തോന്ന്? self-induction. It is a winding used to avoid self-induction. Then coil is wound as in figure. Then currents in the neighboring turns are equal and opposite. So magnetic field due to them cancel each other. No inductance. So this type of winding is called a non-inductive winding. What is the problem here? The resistance of the wire is doubled here. അതാണ് ഓൺലി പ്രോബ്ലം. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സോ വാട്ട് ഈസ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്? സോ ഇറ്റ് ഈസ് എ വൈൻഡിങ് യൂസ്ഡ് ടു അവോയ്ഡ് self-inductance. The coil is wound as in figure. The currents in the neighboring turns are equal and opposite. So magnetic field due to them cancel each other. So no net magnetic field here. So no inductance. So this type of winding is known by the name non-inductive winding. What is the problem here? Resistance of the wire is doubled. That is the only problem here. Is it clear to you? അപ്പോൾ അടുത്തേക്ക് പോകാമല്ലോ. അപ്പോൾ ഇനി അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഞാൻ പിക്ചർ വരയ്ക്കാം, നോക്കൂ. സോഫ്റ്റ് അയൺ പീസാണ് കേട്ടോ, സോഫ്റ്റ് അയൺ പീസാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കോയിൽ കണ്ടല്ലോ. ഇനി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ രണ്ട് എൻഡ് ഒരു ബാറ്ററിയിലോട്ട് വരുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇവിടെ ഒരു കീ ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നോട്ടെ, ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ബൾബുണ്ട്. കണ്ടോ? ഇതൊരു ബൾബാണ്. ബൾബ്. വാട്ട് ഹാപ്പൻസ് വെൻ ദ കീ ഈസ് ക്ലോസ്ഡ്? കീ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? കീ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറയൂ. വാട്ട് ഹാപ്പൻസ് വെൻ ദ കീ ഈസ് ക്ലോസ്ഡ്? ക്വസ്റ്റ്യൻ ആണ്. സോ വെൻ ദ കീ ഈസ് ക്ലോസ്ഡ്, സീ a magnetic field will be developed in the coil. ശരിയാണോ? കോയിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം കറണ്ട് ഒന്നും ഇല്ലായിരുന്നു, സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് ഫ്രം മാക്സിമം വാല്യൂ ടു സീറോ വാല്യൂ ടു മാക്സിമം വാല്യൂ ആണല്ലോ. സോ അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു EMF ഉണ്ടാവും. ആ EMF അപ്ലൈഡ് EMFനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ബൾബിന് ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടില്ല. ബൾബ് ഗ്ലോസ് ഡിം. അപ്പോൾ ബൾബ് വളരെ ഡിം ആയിട്ടേ കത്തൂ. നിങ്ങൾക്ക് മനസ്സിലായൊന്നുമില്ല. എന്താണ്? ഇതൊരു കോയിലാണെന്ന് മനസ്സിലായല്ലോ. ഈ നമ്മൾ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന സമയത്ത് ഇതിൽ കൂടെ കറണ്ട് ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കോയിലിനെ പറ്റി പറഞ്ഞാൽ? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ഫ്രം സീറോ ടു മാക്സിമം. സോ ആൻ EMF ഈസ് ഡെവലപ്ഡ് ഇൻ ഇറ്റ്. ശരിയാണ്. അപ്പോൾ ഈ കോയിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? അപ്പോൾ കോയിൽ EMF എന്ന് പറയുന്നത് അപ്ലൈഡ് EMFന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ലൈനിൽ കൂടെ ഉള്ള കറണ്ടിനെ അത് ബ്ലോക്ക് ചെയ്യും, കറണ്ടിനെ കുറയ്ക്കും. അപ്പോൾ നമ്മുടെ ബൾബിന് കുറച്ച് കറണ്ടേ കിട്ടൂ. അപ്പോൾ ബൾബ് ഡിം ആയിട്ട് കത്തു. മനസ്സിലായോ? സോ ലിസൺ, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ആദ്യം. അപ്പോൾ ഈ കോയിൽ വഴി കറണ്ട് ഇല്ല,
മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഇല്ല, സ്വിച്ച് ഓൺ ചെയ്യുന്നു, അപ്പോൾ കോയിലിന് ചുറ്റും കോയിലിൽ കൂടെ കറണ്ട് വരും, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ഫ്രം 0 to maximum. So what will be developed? EMF will be developed. This EMF opposes what? The increase of current in the circuit. ശരിയാണോ നമ്മൾ പഠിച്ചേ? സോ ബൾബ് ഗ്ലോസ് ഡിം, ബൾബ് എന്തായിട്ട് കത്തും? ഡിം ആയിട്ട് കത്തും. ഇനി കീ എന്ത് ചെയ്തു? റിലീസ്. സോ കീ റിലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറയൂ? ഇപ്പോൾ സർക്യൂട്ട് ഇപ്പോൾ ഓഫാണ്, അപ്പോൾ ഇതിപ്പോൾ ഓൺ ആണ്, അപ്പോൾ ഓൺ ആയിരുന്നതിനെ ഓഫാക്കി. ഓൺ ആയിരുന്നതിനെ ഓഫാക്കിയാൽ എന്ത് സംഭവിക്കും പറയൂ? ഇതിന് ചുറ്റും നിന്ന ഫുൾ സ്ട്രെങ്ത് മാഗ്നറ്റിക് ഫീൽഡ് സഡൻ ആയിട്ട് എന്ത് ചെയ്യും? സഡൻ ആയിട്ട് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ഫ്രം മാക്സിമം വാല്യൂ ടു 0 വാല്യൂ. സോ ആൻ EMF ആൻഡ് ഹെൻസ് എ കറണ്ട് ഈസ് ഡെവലപ്ഡ് ഇൻ ദ കോയിൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത്രയും എഫക്റ്റ് ഉണ്ടായാൽ ബൾബ് ഗ്ലോസ് ബ്രൈറ്റ് ഫോർ എ മൊമെന്റ്. ആ ഒരു മൊമെന്റ് ബൾബ് എന്തായിട്ട് കത്തും? ബ്രൈറ്റ് ആയിട്ട് കത്തും. അപ്പോൾ അടിപൊളി സംഭവം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് ഡിമ്മായിട്ടും കത്തും, ഓഫ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടും കത്തും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കിടിലം ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ എന്താണ്? സോ യു ക്യാൻ ഫൈൻഡ് എ സർക്യൂട്ട് ഹിയർ. ദിസ് ഈസ് ആൻ ഇൻസുലേറ്റഡ് കോയിൽ. ഇറ്റ് ഈസ് wound over a soft end piece. Then this is a bulb, this is a battery. Then you can find a key here. What happens when the key is closed? When the key is closed, say a current passes through the coil. Magnetic flux, so initially no current, so no magnetic field. Now there is a current, now there is a magnetic field. So magnetic flux linked with the coil changes from 0 to maximum. So an EMF is developed in the coil. Okay, so this EMF opposes the growth of current in the circuit. So bulb glows only dim. Okay, bulb dim ആയിട്ട് കത്തും. Then അടുത്തെന്താണ്? What happens when the key is released? That is, what happens when the circuit is turned off? See, when the key is turned off, what happens? See, when the key is turned off, current in the circuit stops. Sorry, current in the coil stops. Then when the current in the coil stops, magnetic flux linked with it changes from maximum value to 0 value. So an EMF and hence current developed in the opposite direction. So due to that increased current in the bulb, so bulb glows bright for a moment. ഒരു മൊമെന്റ് ബ്രൈറ്റ് ആയിട്ട് കത്തും. അപ്പോൾ ഇതൊക്കെ ചോദിച്ചാൽ എഴുതുമല്ലോ. സോ പറയൂ, എനിക്ക് ആൻസർ പറഞ്ഞു തരൂ. കീ ക്ലോസ്ഡ്, സർക്യൂട്ട് ഈസ് ഓൺ. സോ വാട്ട് അബൌട്ട് ദ ബൾബ്? ബൾബ് ഗ്ലോസ് ഡിം. അടുത്ത കീ റിലീസ്ഡ്, bulb glows bright. So what is the reason in the first case? In the first case, initially no current, turned on maximum current. Say magnetic flux linked with the coil changes from 0 to maximum. Then EMF is developed. It opposes the growth of current in the circuit. So current through the bulb decreases, it glows dim. അടുത്തെന്താണ്? In the next case, circuit is off. See, magnetic flux linked with the coil changes from maximum value to 0 value. An EMF is developed. Current is developed in the opposite direction. So current through the bulb increases, bulb glows bright. Is it clear? ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. എക്സാമിന് ചോദിച്ചതാണ്. അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെല്ലാം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മോഡൽസ് ആണ്. സോ ലിസൺ. ഇവിടെ ഒരു കോയിൽ ഇരിപ്പുണ്ട്, കണ്ടോ? കോയിൽ, ഇവിടെ ഒരു ബൾബും ഇരിപ്പുണ്ട്, കണ്ടല്ലോ? അപ്പോൾ ഒരു കോയിലും ഒരു ബൾബും. ഈ ബൾബിൻ്റെ പേരാണ് B2. ഓക്കെ, തൊട്ട് താഴെ ഒരു റെസിസ്റ്ററും ഒരു ബൾബും. സോ ഒരു റെസിസ്റ്ററും ഒരു ബൾബും. ഈ ബൾബിൻ്റെ പേരാണ് B1. ഇനി അതിൻ്റെ ഇപ്പുറത്ത് ഒരു ബാറ്ററി. ഓക്കെ, ബാറ്ററി, ഇവിടെ ഒരു കീ. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻസ് വെൻ കീ ഈസ് ക്ലോസ്ഡ്. കീ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറയൂ. കീ ക്ലോസ്ഡ്, കീ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറയൂ. കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പറ. കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് വരും. ഓക്കെ, കറണ്ട് വരും, കറണ്ട് വരും. ഓക്കെ, എവിടെ എത്തി? ഈ കറണ്ട് നേരെ ഇതിൽ കൂടെ കയറി പോകും, ആണല്ലോ? ഇനി ഇത് ചെറിയൊരു തടസ്സം കൊടുക്കുന്നതെന്നല്ലാതെ ഈ ബൾബ് കത്തും. ഇനി അടുത്ത ഈ കറണ്ട് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറ. ഈ സാധനം ഇത്രയും നേരം എന്തുണ്ടായിരുന്നില്ല? പറ. ഇത്രയും നേരം എന്തുണ്ടായിരുന്നില്ല? പറ. ഇത്രയും നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന് ചുറ്റും ഇത്രയും നേരം മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പം കറണ്ട് വന്നു, മാഗ്നറ്റിക് ഫീൽഡ് വന്നു. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് അവൻ ചേഞ്ചസ്. സോ an EMF is developed. തന്നെ
So this EMF this EMF opposes the growth of current. ഇതിലെ കറണ്ടിന്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും. അപ്പൊ ബൾബ് B2 കൂടെ സഫീഷ്യന്റ് കറണ്ട് വരില്ല. അപ്പൊ ഇത് ഡിം ആയിട്ട് കത്തും. ഓക്കെ, പക്ഷെ ഇതിൽ കൂടെ ആണെങ്കിൽ അങ്ങനത്തെ ഈ റെസിസ്റ്റർ അങ്ങനത്തെ EMF ഒന്നും ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ട് ഇത് ബ്രൈറ്റ് ആയിരിക്കും. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബൾബ് ബ്രൈറ്റ് ആയിട്ടിരിക്കും? B1 ബ്രൈറ്റ് ആയിട്ട് കത്തും, B2 ആണെങ്കിൽ ഡിം ആയിട്ട് കത്തും. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പറയൂ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് വരുന്നു, ഈ കറണ്ട് ഇവിടെ വരുന്നു, ഇതിൽ കൂടെ കയറുന്നു, ഇങ്ങോട്ടും കയറുന്നു. ഇതുവരെ മനസ്സിലായി? ഇനി ഇത്രയും നേരം കറണ്ട് ഒന്നും ഇല്ലായിരുന്നു, അപ്പൊ ഇതിന് ചുറ്റും ഈ കോയിലിന് ചുറ്റും ഇത്രയും നേരം മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നു. ഇപ്പൊ കറണ്ട് വന്നുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വന്നു. സോ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ഫ്രം 0 to maximum. So an EMF is developed. തന്നെ this EMF opposes the growth of current in the circuit. So bulb B2 will not get a sufficient current. So it glows dimly. Okay. അടുത്തെന്താണ്? See, but no such EMF is developed in resistor. So it gets current. Then bulb B1 glows bright. അപ്പോൾ അത് ബ്രൈറ്റ് ആയിട്ട് കത്തും. ഇപ്പോൾ ചോദിച്ചാൽ എഴുതുമല്ലോ. സോ എങ്ങനെയാണ്? വാട്ട് ഹാപ്പൻസ് വെൻ ദ കീ ഈസ് ക്ലോസ്ഡ്? വെൻ ദ കീ ഈസ് ക്ലോസ്ഡ്, സി മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതൽ എഴുതി നശിപ്പിക്കരുത്. മാഗ്നറ്റിക് ഫ്ലക്സ് linked with the coil changes from 0 to maximum. So an EMF is developed in it. It opposes the growth of current in the bulb B2. So bulb B2 glows dimly. അടുത്തെന്താണ്? No such EMF is developed in resistor. So bulb B1 glows brightly. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇത്രയും നമ്മളെ പ്രീവിയസ് ഇയേഴ്സ് എല്ലാം പല വർഷങ്ങളിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല എന്നറിയാമല്ലോ. ഇത് സിമ്പിളാണ്, ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു നല്ല ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ.